ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തംബ്നെയിൽസിൽ കാണുന്നത് പോലെ തന്നെ ചൂടുകുരു. അപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള വേനൽക്കാലം, അതായത് ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ദേവൻ്റെ അവസ്ഥ ഇതാണ്. നമുക്ക് ഷർട്ട് പോലും ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല, ഉടുപ്പൊന്നും ഇടാൻ പറ്റത്തില്ല, അമ്മാതിരി ചൂടാണ്. അപ്പോൾ ഉടുപ്പിടാത്തപ്പോഴേ ഇങ്ങനെ വേർത്തൊളിച്ച് നിൽക്കുകയാണ്. അവൻ്റെ ദേഹം നോക്കിയാൽ അറിയാം, ഈ കഴുത്തിൻ്റെ ഭാഗത്ത്, അതുപോലെ തന്നെ നെറ്റിക്ക്, പിന്നെ കുഞ്ഞുങ്ങളുടെ ഈ ഒരു താടി കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത്, പുറത്ത്, ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ചൂടുകുരുവാണ്. അപ്പോൾ തലയിൽ ഇങ്ങനെ മുടി നിൽക്കുന്നത് കാരണവും നന്നായിട്ട് ചൂട് അനുഭവപ്പെടും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ചൂടുകുരുവും കൂടെ ആകുമ്പോഴത്തേക്കിനും ഭയങ്കര ഇറിറ്റേഷനും ചൊറിച്ചിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ബെസ്റ്റ് ഐഡിയ ആണ്. നമുക്ക് 100% റിസൾട്ട് തരുന്നൊരു ഹോം റെമഡി കൂടിയാണ്. അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തേങ്ങ തിരുമ്മി എടുക്കുക. അപ്പോൾ കൂടുതലായിട്ടും ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങ തിരുമ്മി എടുക്കാതിരിക്കുക, കാരണം അതിനകത്തിന് തേങ്ങാപ്പാൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി മൂത്ത തേങ്ങ എടുക്കാതെ ഇതേപോലെ ഇളം തേങ്ങ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തിരുമ്മി വെച്ചേക്കുന്ന ഈ തേങ്ങയിൽ നിന്ന് നമ്മൾ കൈകൊണ്ട് പിഴിയുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് തേങ്ങാപ്പാൽ കിട്ടും. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് തന്നെ എല്ലാ കുഞ്ഞുങ്ങളുടെയും ദേഹത്ത് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ ചൂടുകുരു എന്ന് പറയുന്നത്. അപ്പോൾ ദേവൻ്റെ കുഞ്ഞു പ്രായത്തിൽ മുതൽ, അതായത് ഇവനെ എഴയുന്ന പ്രായത്തിന് മുന്നേ ബെഡിൽ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്ന പ്രായം മുതലേ കുഞ്ഞിൻ്റെ ദേഹത്ത് ഇതേപോലെ ചൂടുകുരുണ്ട്. പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ഈ ഒരു താടി ഭാഗവും കഴുത്ത് ഭാഗവും ഇങ്ങനെ കിടക്കുന്നതായതുകൊണ്ട് ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു കഴുത്ത് ഭാഗത്ത് എപ്പോഴും നന്നായിട്ട് ചൂടുകുരു കാണും. അപ്പോൾ ആ സമയം മുതലേ ഞങ്ങൾ ദേവന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണിത്. അപ്പോൾ അടുപ്പിച്ച് നമ്മളൊരു 3 ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ടാണ്, അതായത് കംപ്ലീറ്റ് ആയിട്ട് മാറും. അപ്പോൾ രാവിലെയും അല്ലെങ്കിൽ വൈകിട്ട് മേല് കഴുകുന്നതിന് മുന്നേ ആയിട്ടും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ, അതായത് ദിവസത്തിൽ 2 തവണ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമെങ്കിൽ 3-ാമത്തെ ദിവസം ഉറപ്പായിട്ട് മാറിയിരിക്കും. അപ്പോൾ ദേവന് ഇത് തേച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ്. ചെറുപ്പത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ കിടക്കും, കുറച്ച് വലുതായതിനു ശേഷം ഇയാളുടെ ദേഹത്ത് ഇതേപോലെ എണ്ണ തേങ്ങാപ്പാലൊക്കെ തേച്ച് വരുമ്പോൾ നിന്ന് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഇറിറ്റേഷനുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ഒരു വിധത്തിൽ തേച്ചെടുക്കുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ തലമുടിയിൽ ഈ ഒരു തേങ്ങാപ്പാൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ മുടി നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പം തലമുടിയൊക്കെ നന്നായിട്ട് വളരാനും ഇതൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമ്മൾ ഈ ഒരു ദേഹത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നോർമൽ കുളിക്കുന്നത് പോലെ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചെടുക്കുക. തേങ്ങാപ്പാൽ കുളിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല തണുപ്പായിരിക്കും കുഞ്ഞുങ്ങളുടെ ബോഡിക്കൊക്കെ. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് നല്ല കൂളിംഗ് ആയിട്ട് നമ്മുടെ ബോഡി ഇരിക്കാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ മാത്രമല്ല, നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന സമയത്തുള്ള കരിക്കും വെള്ളവും ഇതേപോലെ ചൂടുകുരു ഉള്ള ഭാഗത്ത് റെഗുലറായിട്ട് 2-3 ദിവസം അപ്ലൈ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചൂടുകുരു മാറി കിട്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 2 മെത്തേഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്നും ഇതേപോലെ തേങ്ങാപ്പാൽ എടുക്കാൻ മടിയാണെങ്കിൽ കുറച്ച് ആവശ്യത്തിന് എടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് തേക്കാനും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.